ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായി സേഫായി ഇരിക്കണു അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? വെരി ഗുഡ്. എന്തായിരുന്നു? മാനേജ്മെന്റ് അല്ലേ? അപ്പൊ എന്തായിരുന്നു മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എല്ലാവരും പഠിച്ചു വന്നിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായിരുന്നു മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ അല്ലേ? മറ്റുള്ളവരിലൂടെ നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ അല്ലേ? നമ്മളത് പഠിച്ചു അല്ലേ? പിന്നെ മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ എന്താണോ ഓർഗനൈസേഷന്റെ കോമൺ ഗോള്, അതിനു വേണ്ടിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരിലൂടെ നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? എല്ലാ ഓർഗനൈസേഷനും നമ്മൾ പറഞ്ഞു, എല്ലാ ഓർഗനൈസേഷനും എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ഗോൾ ഉണ്ടായിരിക്കും. ആ കോമൺ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ജനങ്ങളിലൂടെ നേടിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു കൂട്ടം ജനങ്ങളിലൂടെ നേടിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് എല്ലാവർക്കും മനസ്സിലായി എന്താണെന്ന് അല്ലേ? നമുക്കൊരു ഡെഫിനിഷൻ നോക്കിയാലോ? മാനേജ്മെന്റ് എന്താണ്? മാനേജ്മെന്റ് is the art of getting things done through other people. ഇതാരാണ് പറഞ്ഞത്? മേരി പാർക്കർ ഫോളറ്റ്. മേരി പാർക്കർ ഫോളറ്റ് എന്താണ് പറഞ്ഞത്? Management is the art of getting things done through other people. മറ്റുള്ള ജനങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു ആർട്ടിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത്? മേരി പാർക്കർ ഫോളറ്റിന്റെ ഡെഫിനേഷൻ ആണ്. അപ്പൊ ഈ ഡെഫിനേഷൻ എല്ലാവരും നോട്ട് ചെയ്യാം. ഇത് എക്സാമിനൊക്കെ വരും. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യാം, പഠിക്കാട്ടാ. ഒന്നുകൂടെ പറയാം. മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ according to മേരി പാർക്കർ ഫോളറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ മാനേജ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്തിയാലോ? നടത്താം അല്ലേ? അതിനു വേണ്ടി നമ്മുടെ ക്ലാസ്സിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം. വേഗം 2 ഗ്രൂപ്പായിട്ട് ഇരിക്കുക കേട്ടാ. ഒരു ലീഡർ, എ ഗ്രൂപ്പിൽ നിന്ന് ഒരു ലീഡർ വേണം, നീതു. ബി ഗ്രൂപ്പിൽ നിന്ന് ഒരു ലീഡർ, സന്ധ്യ. ഓക്കെ, അപ്പൊ 2 ഗ്രൂപ്പായി. 2 ഗ്രൂപ്പിന് ഓരോ ലീഡേഴ്സും ആയിട്ടാ. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദി നേച്ചർ ഓഫ് മാനേജ്മെന്റ്? എന്താണ്? ഏതൊക്കെയാണ് മാനേജ്മെന്റിന്റെ നേച്ചർ? അപ്പൊ നമുക്ക് മാനേജ്മെന്റിന്റെ നേച്ചർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ടേംസ് ഓഫ് സയൻസ്, ആർട്ട്, ആസ് പ്രൊഫഷൻ. അപ്പൊ ഇതെല്ലാരും എഴുതിയെടുത്തില്ലേ? പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്താണ്? നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഇൻ ടേംസ് ഓഫ് സയൻസ്, ആർട്ട് ആൻഡ് പ്രൊഫഷൻ.
nature of management. Nature of management. In terms of ഏതിൻ്റെ ഒക്കെ ടേംസിലുള്ള നേച്ചറാണ് നോക്കുന്നത്? As a science. സയൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ സയൻസ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഏതൊക്കെ ടേംസിലുണ്ട് എന്നാ പറഞ്ഞത്? അതായത് മാനേജ്മെന്റിന്റെ നേച്ചർ പറയുമ്പോൾ ചില ഓതേഴ്സ് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻസ് ആണ് എന്ന് പറയുന്നു. ചില ഓതേഴ്സ് പറയുന്നു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ട് പോലെയാണ് എന്നാണ് പറയുന്നത്. ചില ഓതേഴ്സ് എന്ത് പറയുന്നു? മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതിൻ്റെയൊക്കെ നേച്ചറുമായിട്ടാണ് മാനേജ്മെന്റ് നേച്ചർ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മാനേജ്മെന്റിന്റെ നേച്ചർ സയൻസ് ആണെന്ന് പറയുന്നു, അതുപോലെ തന്നെ സയൻസിന്റെ പോലെയാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ ആർട്ട് ആണെന്ന് പറയുന്നു, പ്രൊഫഷൻ ആണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും നേച്ചർ എന്താണെന്ന് നോക്കാം. സയൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. എന്താണ്? ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് എന്താണ്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടി തിയറിയും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെരിമെന്റേഷനും ഒബ്സർവേഷനും ഒക്കെ നടത്തിയിട്ടാണ് എന്തുണ്ടാകുന്നത്? സയന്റിഫിക് പ്രിൻസിപ്പിൾസുകളൊക്കെ എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്ത് എന്തുണ്ട്? ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പ്രിൻസിപ്പിൾസുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അതിന്റെ ബേസിസിലാണ് സയൻസിലെ പ്രിൻസിപ്പിൾസുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒബ്സർവേഷൻ നടത്തിയിട്ടും എക്സ്പെരിമെന്റേഷൻ നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് സയൻസ്. അപ്പൊ സയൻസിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കും. രണ്ടാമത്തെ നേച്ചർ പറയുന്നത് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. Principles based on experimentation. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ്? എന്തിനെ ബേസ് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു നേരത്തെ എക്സ്പെരിമെന്റേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ? ഒബ്സർവേഷൻ ചെയ്തിട്ടും എക്സ്പെരിമെന്റേഷനും നടത്തിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾസുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സയൻസ്. അപ്പൊ സയന്റിഫിക് പ്രിൻസിപ്പിൾസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഒബ്സർവേഷൻ നടത്തിയിട്ടും എക്സ്പെരിമെന്റേഷൻ നടത്തിയിട്ടൊക്കെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂണിവേഴ്സൽ വാലിഡിറ്റി. എന്താണ്? യൂണിവേഴ്സൽ വാലിഡിറ്റി. യൂണിവേഴ്സൽ വാലിഡിറ്റിയിൽ എന്താ പറയുന്നത്? സയൻസ് എല്ലാ സ്ഥലങ്ങളും സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ഏത് ടൈമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫോർമേഷൻസുകളൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ എന്താണ്? ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് സയൻസിന്റെ 3 നേച്ചർ പറയുന്നത്. ഒന്നെന്തായിരിക്കും? ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് പറയുന്നത് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആണ്. അതുപോലെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഫീച്ചേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാനേജ്മെന്റിന് എന്തുണ്ട്? സയൻസിന്റെ പോലെ ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട് അല്ലെ? ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ത്? മാനേജ്മെന്റ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് എന്താ?
അത് ഒബ്സർവേഷനും അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷനും ഒക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതായത് പ്രിൻസിപ്പിൾസുകൾ ബേസ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷന്റെയും ബേസിലായിരിക്കും. അതായത് ഒരുപാട് ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷനും നടത്തിയിട്ടാണ് സയൻസിൽ എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റിലും എങ്ങനെയാണ്? മാനേജ്മെന്റ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയർ, നേച്ചർ, അതിനൊക്കെയാണ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്പെരിമെന്റേഷനും ഒബ്സർവേഷനും നടത്തുന്നുണ്ട്. എങ്ങനെ? ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷൻ ഒക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിലെ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആണ്. പിന്നെന്താ പറഞ്ഞ യൂണിവേഴ്സൽ വാലിഡിറ്റി. മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഇതിലും മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു ബിസിനസ്, എന്ത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അവിടെ മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സയൻസിൽ നമ്മൾ പറയുന്നു ബേസിക് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പിൾസ്, എക്സാക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ സയൻസിന്റെ സബ്ജക്ട്സുകളാണ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസുകളൊക്കെ എന്തായാലും എക്സാക്റ്റ് ആയിരിക്കും. എന്നാൽ മാനേജ്മെന്റിൽ അങ്ങനെ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആവണമെന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഹ്യൂമൻ ബീയിങ്സിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസുമായിട്ട് എന്താണ്? റിലേറ്റഡ് ആണ്. ഇൻഎക്സാക്ട് സയൻസ് ആണ് മാനേജ്മെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആസ് എൻ ആർട്ട്. ആർട്ടിന്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. ആർട്ടിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ആസ് എൻ ആർട്ട്. ആർട്ടിൽ എന്താണ് പറയുന്നത്? ഇതിനൊരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. എന്താണ്? ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും എന്തിന്? ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിറ്ററേച്ചർ ഓഫ് മ്യൂസിക്, ആർട്ട്, ഡാൻസ്, ഇതൊക്കെ എന്താണ്? ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ ഈ ലിറ്ററേച്ചർ ഓഫ് ആർട്ട്, മ്യൂസിക്, ഡാൻസിങ്, ഇതിനൊക്കെ എന്താണ്? അതൊക്കെ പറയുന്നത് എന്താണ്? ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ളതായിരിക്കും. അപ്പൊ ആർട്ട് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. രണ്ടാമത്തെ ഫീച്ചർ ആണ് പേഴ്സണൽ അപ്ലിക്കേഷൻ. പേഴ്സണൽ അപ്ലിക്കേഷൻ. പേഴ്സണൽ അപ്ലിക്കേഷനിൽ എന്താ പറയണത്? ആർട്ട് എന്ന് പറയുന്നത് ഒരു ഹൈലി പേഴ്സണലൈസ്ഡ് ആണ് അല്ലെ. പേഴ്സണൽ അപ്ലിക്കേഷൻ ആണ്. അതായത് അതിന്റെ അപ്ലിക്കേഷനിൽ വരുന്നത് എന്ത് ചെയ്യുന്ന? ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്കാണ് വാരി ചെയ്യുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഹൈലി പേഴ്സണലൈസ്ഡ് ആണ്. എന്ത്? ആർട്ട് എന്ന് പറയുന്നത് ഒരു ഹൈലി പേഴ്സണലൈസ്ഡ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2 ആക്ടേഴ്സ്, 2 സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ 2 ഡാൻസേഴ്സ്, അങ്ങനെയുള്ള പേഴ്സൺസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് വാരി ചെയ്യാണ്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് ഒരു ഹൈലി പേഴ്സണലൈസ്ഡ് ആണ്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ബേസ്ഡ് ഓൺ practice and creativity. എന്താണ്? ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട് അല്ലേ. ഓരോ ഇൻഡിവിജ്വൽസും എന്താണ്? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ
ഒരുപാട് ഈ ഓരോ ഇൻഡിവിജ്വൽസിനും എന്തുണ്ടായിരിക്കും, പ്രാക്ടീസസുകളും ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ക്രിയേറ്റിവിറ്റി എന്തുണ്ടായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ക്രിയേറ്റിവിറ്റി, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക് കോമ്പോസിഷൻ നടക്കുകയാണ്. അപ്പോൾ ആ മ്യൂസിക് കമ്പോസ് ചെയ്യണമെങ്കിൽ 7 നോട്ട്സുകൾ വേണം അല്ലേ. അപ്പോൾ ആ മ്യൂസീഷ്യൻ്റെ ആ നോട്ട്സുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോമ്പോസിഷൻ നടക്കുന്നുണ്ടാവുക. പക്ഷെ എന്താണ് അവിടെ ഓരോരുത്തരുടെയും ഓരോ മ്യൂസീഷ്യൻ്റെയും എന്താ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കോമ്പോസിഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓരോ ഇൻഡിവിജ്വലിനും എന്തുണ്ടായിരിക്കും, ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ പ്രാക്ടീസും ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എല്ലാ ആർട്ടിന്റെ എല്ലാ ഫീച്ചേഴ്സിനെയും എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ മാനേജ്മെന്റിനും എന്തുണ്ട്, ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ആപ്ലിക്കേഷൻ ആണ് അല്ലേ. ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണൽ ആപ്ലിക്കേഷൻ, അതായത് ഒരുപാട് പേഴ്സൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ എന്താണ്, അവരുടെ ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് തിങ്കേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഇന്നോവേഷൻ ഐഡിയാസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യുന്നു, ആർട്ടിന്റെ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. മാനേജ്മെന്റിന്റെ നേച്ചറും ആർട്ടിന്റെ നേച്ചറും എന്താണ്, റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ആർട്ടിന്റെ എല്ലാ ഫീച്ചേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആസ് ആൻ പ്രൊഫഷൻ, പ്രൊഫഷന്റെ നേച്ചേഴ്സ് ആണ് പറയാനുള്ളത്. ആസ് എ പ്രൊഫഷൻ, പ്രൊഫഷന്റെ നേച്ചറാണ് നമുക്ക് പറയാനുള്ളത്. അതിലെന്തൊക്കെയാ പറയണത്, എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. എന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കും. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ എന്തുണ്ടായിരിക്കും, സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് സയൻസിൽ എന്ന് പറഞ്ഞു. എന്നാൽ എന്താ, പ്രൊഫഷനിൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് പറയുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് എൻട്രി. എന്താണ്, റെസ്ട്രിക്റ്റഡ് എൻട്രി. ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടായിരിക്കും എന്തിന്, പ്രൊഫഷനിൽ അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു സയൻസ് ആർട്ടിന്റെ ഒക്കെ നേച്ചർ പറഞ്ഞു, എന്നാൽ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് പ്രൊഫഷന്റെ നേച്ചർ അല്ലേ. എന്താ പറയുന്നത്, ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടായിരിക്കുന്നു. അതായത് നമ്മളിപ്പോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, അപ്പൊ അതാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എൻട്രൻസുകൾ എഴുതണം. അപ്പൊ അങ്ങനെ എക്സാമുകളൊക്കെ എഴുതി അങ്ങനെ ഒരു എന്തുണ്ട്, എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾ ഉണ്ട്. അതാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊഫഷണൽ അസോസിയേഷൻ. എന്താണ്, പ്രൊഫഷണൽ അസോസിയേഷൻ. ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോയേഴ്സ് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ പ്രൊഫഷൻ എടുത്ത് വർക്ക് ചെയ്യുന്നവർക്ക് എന്തുണ്ടായിരിക്കും, ഓരോ അസോസിയേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്, സർവീസ് മോട്ടീവ്. എന്താണ്, സർവീസ് മോട്ടീവ്. ഒരു സർവീസ് മോട്ടീവാണ് അല്ലേ. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് എന്താണ് സർവീസ് കൊടുക്കുന്നത്, അവരുടെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, സർവീസ് കൊടുക്കുന്നു. ലോയേഴ്സ് ആണെങ്കിൽ അവരുടെ ക്ലയൻസിന് സർവീസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു സർവീസ് മോട്ടീവ് ആയിട്ടുള്ള, അപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സർവീസ് ആണ്. സർവീസ് ഫോക്കസ് ചെയ്തിട്ട്
ഉള്ള ഒരു ടേമാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർവീസിൽ നിന്ന് എന്ത് കിട്ടുന്നു? നമ്മളൊരു സർവീസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു റെന്റ് കിട്ടുന്നു. അപ്പൊ അതാണ് പ്രൊഫഷൻ. ഇപ്പൊ പ്രൊഫഷന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കും, റെസ്ട്രിക്റ്റഡ് എൻട്രി ആയിരിക്കും, അതുപോലെ തന്നെ പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സർവീസ് മോട്ടീവ്. അപ്പൊ എന്താണ് പറയുന്നത്? പ്രൊഫഷന്റെ എല്ലാ ഫീച്ചേഴ്സിനെയും എന്ത് ചെയ്യുന്നില്ല? മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. എന്നാൽ ഇവിടെ എന്താണ്? സർവീസ് മോട്ടീവ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല? മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഒന്നും മാനേജ്മെന്റിനില്ല അല്ലെ. മാനേജ്മെന്റിൽ ചെയ്യണമെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഡിഗ്രി പാസ്സാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻട്രൻസ് എക്സാം എഴുതണം, അങ്ങനെ ഒന്നും ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി ഒന്നും ഇല്ല. അതുപോലെ തന്നെ സർവീസ് മോട്ടീവ് അല്ല അല്ലെ. മാനേജ്മെന്റ് എന്ന് പറയുന്നത്, മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്താന്ന് പറഞ്ഞത്? പ്രോഫിറ്റ് മാക്സിമം ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ അസോസിയേഷൻ, മാനേജ്മെന്റിന് എന്താണ്? ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഒന്നുമില്ല അല്ലെ. അപ്പോൾ ഇതൊക്കെയാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റിന്റെ നേച്ചർ സയൻസ് വെച്ച് നോക്കുമ്പോഴും ആർട്ട് വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോഴും എന്താണ്? റിലേറ്റഡ് ആണ്. ബട്ട് പ്രൊഫഷന്റെ എല്ലാ ഫീച്ചേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആർട്ടിന്റെ എല്ലാ ഫീച്ചേഴ്സുകളും ആക്സെപ്റ്റ് ചെയ്യുന്നു, സയൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ എന്താണ് പറയുന്നത്? ആസ് എ സയൻസ്, സയൻസ് ആവുമ്പോൾ എന്താണ്? സയൻസിന് ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് സയൻസിനുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. എന്താണ് പ്രിൻസിപ്പിൾസ്? എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? എക്സ്പെരിമെന്റേഷനെയും അതുപോലെ തന്നെ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസുകളാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, യൂണിവേഴ്സൽ വാലിഡിറ്റി. അതായത് സയൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്, അതുപോലെ തന്നെ ഏത് ടൈമിലും ഉണ്ടായിരിക്കും സയൻസ്. അതാണ് സയൻസ് ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ആസ് എൻ ആർട്ട്. ആർട്ട് ആകുമ്പോൾ എന്താണ്? ഇറ്റ് ആസ് എ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇതിനൊരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ലിറ്ററേച്ചർ ഓഫ് മ്യൂസിക്, ഡാൻസ്, ഇതിൻ്റെ ഒക്കെ എന്താണ്? ഇത് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇതാണ് ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണൽ ആപ്ലിക്കേഷൻ. അതെ, പേഴ്സണൽ ആപ്ലിക്കേഷൻ ആണ് അല്ലെ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് വാരി ചെയ്ത് പോകുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2 ഡാൻസേഴ്സ്, 2 മ്യൂസീഷ്യൻസ്, 2 ഡാൻസേഴ്സ്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. പ്രാക്ടീസിനെയും ക്രിയേറ്റിവിറ്റിനെയും എന്ത് ചെയ്യുന്നു? ബേസ് ചെയ്യുന്നു. എന്താണ്? പ്രാക്ടീസിനെയും ക്രിയേറ്റിവിറ്റിനെയും ബേസ് ചെയ്യുന്നു. എന്താണ്? ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്തായിരുന്നു? ബേസ് ചെയ്യുന്നു. പ്രാക്ടീസിനെയും ക്രിയേറ്റിവിറ്റിനെയും ബേസ് ചെയ്യുന്നുണ്ട് എന്ത്? ആർട്ട്. ഇൻഡിവിജ്വൽസിന് എന്താണ്? ക്രിയേറ്റിവിറ്റി ഉണ്ട് അല്ലെ. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ക്രിയേറ്റിവിറ്റി എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റിനെയും പ്രാക്ടീസിനെയും ബേസ് ചെയ്യുന്നുണ്ട് എന്ത്? ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ആസ് എ പ്രൊഫഷൻ. പ്രൊഫഷൻ ആകുമ്പോഴെന്താണ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും. പിന്നെ റെസ്ട്രിക്റ്റഡ് എൻട്രി അല്ലെ. ഓരോ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊരു റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ അസോസിയേഷൻസുകളൊക്കെ രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ സർവീസ് മോട്ടീവ് ആണ് അല്ലെ. ഇപ്പോൾ ഡോക്ടേഴ്സും ലോയേഴ്സും അവരുടെ ക്ലയൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പോൾ സർവീസ് മോട്ടീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? മാനേജ്മെന്റ് നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. എന്നാൽ പ്രൊഫഷന്റെ എല്ലാ നേച്ചറും എന്ത് ചെയ്യുന്നില്ല? മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് മാനേജ്മെന്റിന്റെ നേച്ചർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? എന്നാൽ നമുക്കൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നോക്കിയാലോ? ഓക്കെ. മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ള ജനങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു ആർട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ആയിട്ടുള്ള ഗോള് എന്താണോ അത് മറ്റുള്ളവരിലൂടെ നേടിയെടുക്കുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നേച്ചർ ഓഫ് മാനേജ്മെന്റ്. ആസ് എ സയൻസ്. സയൻസിൻ്റെ ഫീച്ചേഴ്സ്
ഇറ്റ് ഈസ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇതിനൊരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയുമാണ് പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ യൂണിവേഴ്സൽ വാലിഡിറ്റി. സയന്റിഫിക് പ്രിൻസിപ്പിൾസിന് എന്തുണ്ടായിരിക്കും? ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അത് എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ ടൈംസിലും എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്ന ഫീച്ചറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എപ്പോഴും എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈമിനെ ബേസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ നടത്തുന്നുണ്ട്. പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സിനെയും ഹ്യൂമൻ ബിഹേവിയറിനെയും ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒരു എക്സാക്റ്റ് സയൻസ് അല്ല എന്നും പറയാം. അതെന്താണ്? ഒരു ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്. ആസ് ആൻ ആർട്ട്. ആർട്ടിൽ ഫീച്ചേഴ്സിൽ പറയുന്നത് ഫസ്റ്റ് വൺ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ഇതിനൊരു തിയററ്റിക്കൽ നോളജ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പേഴ്സണൽ അപ്ലിക്കേഷൻ. ഒരു പേഴ്സണൽ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരു ഓർഗനൈസേഷനിലെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസുകൾ മാനേജ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? സ്റ്റഡി, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷനിലൂടെയാണ് സ്റ്റഡി ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. പിന്നെ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? തിയററ്റിക്കൽ നോളജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് തിയറീസുകളൊക്കെ പ്രൊപ്പൗണ്ട് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് തിങ്കേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിന്റെ എല്ലാ ഫീച്ചേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ആസ് എ പ്രൊഫഷൻ. പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കും. അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടായിരിക്കും. പ്രൊഫഷണൽ അസോസിയേഷൻ, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, സർവീസ് മോട്ടീവ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രൊഫഷന്റെ എല്ലാ ഫീച്ചേഴ്സിനെയും എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതിനൊരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട് മാനേജ്മെന്റിന്, അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള എക്സാമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി കോഴ്സസുകളോ ഒന്നും എന്ത് ചെയ്യണ്ട, കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി ഇല്ല മാനേജ്മെന്റിന്. പിന്നെ മാനേജ്മെന്റ് ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഒന്നും രൂപീകരിക്കണില്ല, അല്ലേ? അതുപോലെ തന്നെ സർവീസ് മോട്ടീവ് അല്ല. അതിന്റെ മെയിൻ എയിം എന്താണ്? പ്രോഫിറ്റ് മാക്സിമം ഇൻക്രീസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ മെയിൻ മോട്ടീവ്. അപ്പോൾ ഒരു സർവീസ് മോട്ടീവ് ഒന്നല്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല? ഒരു എത്തിക്കൽ കോണ്ടാക്ട്, ഒരു എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പം മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല? പ്രൊഫഷന്റെ എല്ലാ നെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ കണ്ടു, അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളിപ്പോൾ മാനേജ്മെന്റിന്റെ നേച്ചർ പഠിച്ചു, അല്ലേ? എന്തിന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ മാനേജ്മെന്റിന്റെ നേച്ചർ പഠിച്ചത്? സയൻസ്, ആർട്ട്, പ്രൊഫഷൻ, ഇതിന്റെ ടേംസിൽ എന്ത് ചെയ്തു? മാനേജ്മെന്റിന്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കി, അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. നാളെ വരുമ്പോൾ ഈ നേച്ചർ ഓഫ് മാനേജ്മെന്റിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതി വരിക. ഓക്കെ? അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.